മതിയല്ലേ ചേച്ചിക്ക്? എന്തിനെങ്ങനെ തല്ലുകൊള്ളുന്നേ? ആരോടെ ചേച്ചി ഈ വാശി കാണിക്കുന്നേ? അപ്പച്ചനോടോ അതോ മരിച്ചുപോയി നമ്മുടെ അമ്മച്ചിയോടോ? ഇത് നടക്കത്തില്ല ചേച്ചി. അപ്പച്ചനും അച്ചായനും ഇതിന് സമ്മതിക്കത്തില്ല. ഇനി വേണ്ടത് ജനങ്ങളുടെ അംഗീകാരമാണ്. അതിന് പ്രവർത്തന ശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നാം തയ്യാറായിരിക്കണം. വിജയം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമുക്ക് നമ്മുടേതായ ഒരു വനിതാ സംഘടന വേണം. എങ്കിലേ നമ്മൾ സ്ത്രീകളുടെ പ്രവർത്തനം ശക്തമാകും. എന്റെ നെട്ടൂരാനെ ആ മുറി തന്നെ കഴിയുക. ആങ്ങളമാരും അച്ഛനും അന്നമ്മയോട് മിണ്ടാട്ടമില്ല. കണ്ടമാനം ഉപദ്രവിക്കുന്നുണ്ടെന്നാ 100 പറഞ്ഞത്. വെളിയിലിറങ്ങുന്നത് പള്ളി പോകാൻ മാത്രം. അപ്പോഴും കുറ്റി അടിച്ച പോലെ കൂടെ കാണും. അവടാ കുറ്റിയും കറിയാക്കുറ്റിയും എന്റെ അമ്മയുടെ കുറ്റിയും. എന്തോന്നാ ഉണ്ണിത്താൻ പറയുന്നത്? ഓ, നമ്മുടെ അന്നമ്മയുടെ കാര്യം പറയായിരുന്നു. വീട്ടുതടങ്കലില്ല, മടത്തി ചേർക്കാനുള്ള പരിപാടി ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. അന്നമ്മയുടെ കാര്യത്തിൽ ഉടനെ നമുക്കൊരു തീരുമാനം എടുക്കണം നെട്ടൂരാനെ. എന്തോ തീരുമാനം? തീരുമാനിക്കാനൊന്നുമില്ല. ഞാനിപ്പോ പോയി വിളിച്ചിറക്കിക്കൊണ്ടുവരും. വരട്ടെ വരട്ടെ, ഞാനൊന്ന് പോയി ഇട്ടിച്ചനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അന്തോണി ഇരിക്കെ. ദേവപുരക്കിലെ മരിച്ചുപോയ കോരവക്കീലിന്റെ മകൻ അന്തോണിക്കുള്ളതാ ആ കസേര. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് തമ്മാടി മേടയിൽ ഇട്ടിച്ചിന്റെ മുമ്പിൽ ഇരിക്കത്തില്ല. ഞാനിവിടെ നിന്നോളാം. എന്നോട് വേണോ ഇയാളുടെ ആവേശം? വക്കീലാക്കാൻ പഠിപ്പിച്ചതല്ലേ നിന്നെ കോരച്ചേട്ടൻ? ഏരിയാമ്മച്ചേടത്തി മരിക്കുമ്പോ നിനക്ക് 10 വയസ്സാ. നിന്നെ ഓർത്ത കോരച്ചേട്ടൻ രണ്ടാമത് കെട്ടാത്തെ അറിയാമോ നിനക്ക്? സിന്ദാബാദ് വിളിച്ച് റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യനെ നീ ഓർത്തില്ലല്ലോടാ. നിന്നെ ഓർത്ത് കരഞ്ഞ ആ വലിയ മനുഷ്യൻ ഇത്ര പെട്ടെന്ന് പോയത് എന്തോ നേടിയെന്നാ നിന്റെയൊക്കെ വിചാരം? അതൊന്നും പറഞ്ഞ ഇട്ടിച്ചാനും മനസ്സിലാവില്ല. കേൾക്കണമൊന്നുമില്ല. എന്താ വന്നത്? ഞാൻ വന്നത് അന്നമ്മയുടെയും നെട്ടൂരാന്റെയും കാര്യം പറയാനാ. വേണ്ട, മറ്റൊന്നും പറയാനില്ലെങ്കിൽ അന്തോണിക്ക് പോകാം. ഇട്ടിച്ചായനോട് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. അന്നമ്മയുടെയും നെട്ടൂരാന്റെയും വിവാഹം ഇട്ടിച്ചായൻ നടത്തി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കാർ നടത്തി കൊടുക്കും. എന്തായി? സംസാരിച്ചില്ലേ? സംസാരിച്ചു. പ്രശ്നമാണ്. അവര് സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കത്തില്ലല്ലോ. എന്താ പറഞ്ഞതെന്ന് പറ. ഇറങ്ങി പോകാൻ പറഞ്ഞു. എങ്ങോട്ടാണ് നീ? ഈ വീട്ടിൽ തന്നെ വേണോ നിന്റെ വിപ്ലവം? നന്ദി കെട്ടവൻ. ഞാൻ ഒരു നന്ദി കേട്ട് കാണിച്ചിട്ട് ഇട്ടിച്ചായ. അന്നമ്മയെ സ്നേഹിച്ചു പോയി ഞാൻ. കഴിഞ്ഞ 5 വർഷമായി നിങ്ങളുടെയൊക്കെ തല്ലും ചവിട്ടും കൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ അന്നമ്മ എനിക്കൊന്ന് കാണണം. എനിക്ക് അവളോട് സംസാരിക്കണം. ഞാൻ കാണിക്കത്തില്ലടാ. എന്റെ പെങ്ങളെ നിന്നെ ഞാൻ കാണിക്കത്തില്ലടാ. നായിന്റെ മോനെ. കുട്ടി എനിക്ക് വേണ്ടി ഈ വീട്ടിൽ തല്ലുണ്ടാക്കല്ലേ. അച്ഛൻ പോ, അച്ഛൻ പോ. അച്ഛാ പാടും ഇങ്ങോട്ട്. എന്തിനാ അപ്പച്ച ഇതൊക്കെ? എന്തിനാ ഈ വഴക്കും വേണം? എനിക്ക് വയ്യ അപ്പച്ച,
എന്നെ മടത്തിക്കൊണ്ട് വിട്ടേക്ക്. ഞാൻ മടത്തി പൊക്കോളാം അപ്പച്ച. എന്നെ മടത്തി വിട്ടേക്ക്. എന്നെ മടത്തി വിട്ടേക്ക്. സേതു സേതു ഇല്ലേ അവിടെ? എന്താ ഈ കുട്ടി അവിടെ ചെയ്യണത്? അച്ഛൻ തിരുമുൽപ്പാട് പാവമായതുകൊണ്ടാ ലക്ഷ്മീപുരം കോവിലകത്തെ സേതുലക്ഷ്മി തമ്പുരാട്ടി കമ്മ്യൂണിസ്റ്റ് ആയത്. അതുകൊണ്ട് തന്നെ ആ ദേവപുരയ്ക്കലെ കോരവക്കീലിന്റെ മകൻ സഖാവ് ആന്റണി തന്നോട് കിന്നാരം പറഞ്ഞിരിക്കാൻ ഈ നാൽപ്പാമരക്കട്ടിലിൽ ചേക്കേറിയത്. പക്ഷെ മേടേ വീട്ടിലെ സ്ഥിതി ഇതല്ല. പ്രമാണിയായ ഇട്ടിച്ചൻ, അപ്പനെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ, അവിടെ കമ്മ്യൂണിസ്റ്റ് ആണെന്നും പ്രേമമാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവര് സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കുന്ന പ്രശ്നമേ ഇല്ല. വെച്ച് നീട്ടിയ ആ വാശിപ്പുറത്ത് അന്നമ്മയെ കൊണ്ടുവന്ന് മടത്തിച്ചേർക്കും. നെട്ടൂരാൻ എന്ത് പറയുന്നു? ആവേശമല്ലേ അയാൾക്കെല്ലാം. ഇന്ന് രാവിലെ എന്തൊക്കെയാ അവിടെ ഉണ്ടായത്? അന്നമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. സേതു ഉറങ്ങാനായില്ലേ കുട്ടി? ദാ വരുന്നച്ചാ. എന്നാ ചേട്ടൻ കിടന്നോളൂ. ഇനി ആരെ ബോധിപ്പിക്കാനാ തമ്പുരാട്ടി നമ്മൾ രണ്ടു മുറിയിൽ ഉറങ്ങുന്നത്? വേണ്ട. സഖാവിന്റെ കൂട്ട കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഈ കോവിലകത്ത് വളർന്ന ഒരു ദർഭപ്പുല്ല ഞാൻ. എല്ലാം ആചാരപ്രകാരം ആയിക്കോട്ടെ. നമുക്ക് ഇതങ്ങ് നടത്തിക്കൊടുത്താലോടാ. നടത്തിക്കൊടുക്കാനോ? എന്തോന്ന് അപ്പച്ചനീ പറയുന്നത്? ആ കാശിന് വകയില്ലാത്ത ആ തെണ്ടിക്ക് നമ്മുടെ അന്നമ്മയെ കെട്ടിച്ചു കൊടുക്കാനോ? എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ വിഷം കുടിച്ചങ്ങ് ചത്താ പോരെ? കെട്ടിച്ചു കൊടുക്കണേ കെട്ടിച്ചു കൊടുത്തോ. പക്ഷെ ഞങ്ങളെ പിന്നെ അപ്പച്ച കാണത്തില്ല. മണി എത്രയായി? 9:30 അവള് പോയടാ. അവന്റെ കൂടെ ആ കാർ കയറി പോയി. അപ്പച്ചാ, അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പച്ചാ വണ്ടി കയറി സുത്തി. ഇനി സമാധാനത്തോടെ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുവിൻ. ബലഹീനനും പാപിയുമായ ഈ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അച്ഛോ, എന്താ ശിവ? എന്താ എന്നമ്മേ? അച്ഛോ, ഞങ്ങളുടെ കല്യാണം ഇപ്പൊ നടത്തി തരണം. കല്യാണം നടത്തി തരാനോ? എന്താ സ്റ്റീഫായി പറയുന്നേ? അച്ഛൻ സഹായിക്കണം. സഹായിക്കണം എന്ന് പറഞ്ഞാ 3 തവണ വിളിച്ചു അല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ? വിളിച്ചുമല്ലാതെ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് പാർട്ടി ഓഫീസ് ഉണ്ട് അച്ഛോ. പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണം എന്നുള്ളത് അന്നമ്മയുടെ വിശ്വാസമാണ്. ഇതൊരു അപേക്ഷയാണ് അച്ഛോ. അച്ചോ, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളെ രക്ഷിക്കണം അച്ചോ. സ്നേഹമുള്ളവരെ, പള്ളി പിരിഞ്ഞിട്ടില്ല. എല്ലാവരും തിരിച്ചു വരണം, തിരിച്ചു വരണം. നെട്ടൂർ തോമാച്ചൻ ശരിയല്ലേ? അതെ.
നെട്ടൂർ തോമാച്ചന്റെ മകൻ സ്റ്റീഫന്റെയും മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ പോവുകയാണ്. കല്യാണം നടത്തുമോ? എന്നെ ഏർപ്പാടാ ചെയ്തത്? വിളിച്ചോല്ലേ നിയമവ്യവസ്ഥ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ രക്ഷിക്കാൻ പള്ളികൾ നടത്തി കൊടുക്കണം.